ഹലോ എവരി വൺ, മൈ നെയിം ഈസ് അരുണിമ ബിബിൻ. ഞാനിപ്പോൾ ദുബൈയിലാണുള്ളത്. എൻ്റെ നാട് ആലപ്പുഴയിലെ കുട്ടനാടാണ്. എൻ്റെ വീട്ടിൽ അച്ഛനമ്മ, ഹസ്ബൻഡ്, ഞങ്ങൾക്കൊരു മോനാണുള്ളത്. ഞാനിവിടെ ദുബായിൽ വന്നിട്ട് ഇപ്പോൾ 6 months ആയി. ഞാൻ ജോലിയുടെ ആവശ്യത്തിനായിട്ട് വന്നതാണ്. ജോലിയൊന്നും ആയിട്ടില്ല, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ റൂമിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നൊരു പ്ലാൻ വന്നത്. അപ്പോൾ ന്യൂ ഇയർ ആയിക്കൊണ്ട് ന്യൂ ഇയർ തൊട്ട് തുടങ്ങാം എന്നുള്ളൊരു ആശയമുണ്ടായി. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ബുർജിലേക്ക് ട്രാവൽ പോകുന്നതും ന്യൂ ഇയറിന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ ന്യൂ ഇയർ ഒറ്റയ്ക്കായിരുന്നു, ഹസ്ബൻഡ് കൂടെ ഇല്ലായിരുന്നു. ഹസ്ബൻഡിന് അത്യാവശ്യമായിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പോൾ എന്നെ ബിസിനസ് ബേയിൽ ഇറക്കി വിട്ടു, മെട്രോ സ്റ്റേഷൻ്റെ അവിടെ. അവിടുന്ന് ഞാൻ ബുർജിലേക്ക് നടന്നു പോകുമായിരുന്നു. നല്ല ദൂരം ഉണ്ടായിരുന്നു, ഒരു 1 to 2 kilometers ഒക്കെ ഉണ്ടായിരുന്നു ബുർജിലേക്ക് എത്താനായിട്ട്. എന്നൊരു 7:30 ആയപ്പോൾ മെട്രോ ഇറങ്ങി പോയതാണ്. അവിടെ ഒത്തിരി പേര് ബുർജിലേക്ക് പോകുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ട്രാവലിങ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഭയങ്കര കർശന നിയമമായിരുന്നു. ആണുങ്ങളെ അങ്ങനെ ഫാമിലി ആയിട്ടുള്ള ആണുങ്ങളെ മാത്രമേ കയറ്റി വിടുള്ളൂ. അല്ലാതെ ചെറുപ്പക്കാരെയൊന്നും അങ്ങനെ ഞാൻ പോയ സ്ഥലത്തൊന്നും കയറ്റി വിടുന്നത് കണ്ടിട്ടില്ല. ലേഡീസിന് കുഴപ്പമില്ലായിരുന്നു. എല്ലായിടത്തും പോലീസിൻ്റെ ചെക്കിങ് ഉണ്ടായിരുന്നു. ഭയങ്കര കർശന ചെക്കിങ് ആയിരുന്നു. പക്ഷേ ലേഡീസിനോട് അവർ കാണിക്കുന്ന ഒരു ബഹുമാനം എന്ന് പറയുന്നത് നമുക്കതൊരു വേറിട്ട അനുഭവമായിരുന്നു. കാരണം ഞാൻ പോയ ഉടനീളം എനിക്ക് നമുക്ക് നല്ല റെസ്പെക്റ്റായിരുന്നു. നമ്മളെ കൊണ്ടുപോയി റോഡ് കടത്തി വിടുക അങ്ങനെയൊക്കെയായിരുന്നു അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത്. അങ്ങനെ ഞാൻ തന്നെ ട്രാവൽ ചെയ്ത് കുറച്ച് നടന്നു ബുർജിൻ്റെ ഞാൻ നിൽക്കുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലത്തെത്തി. പിന്നെ അവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഭൂരിഭാഗം ആളുകളും ഞാനൊരു 7:30 ആയപ്പോൾ ചെന്നതുകൊണ്ട് എല്ലാവരും ഇനി അങ്ങോട്ടേക്ക് ആൾക്കാരുടെ ഒഴുക്ക് കാരണം എല്ലാവരും നന്നായിട്ട് വ്യൂ കിട്ടുന്ന സ്ഥലത്തായിട്ട് ഇരിക്കുമായിരുന്നു, സ്ഥലം കണ്ടെത്തുമായിരുന്നു. ഞാനും ആദ്യമൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും പിന്നെ തോന്നി എന്നാൽ പിന്നെ പോയി നല്ലൊരു സ്ഥലം നോക്കി ഇരിക്കാമല്ലേ, പിന്നെ ആൾ വന്നാലോ എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ക്രൗഡഡോ അങ്ങനെയൊന്നുമല്ല. ആൾക്കാർ അങ്ങനെ കൂട്ടം കൂടിയിരിക്കുമോ ഒന്നുമില്ല. എല്ലാവരും പല പല രീതിയിൽ പല പല സ്ഥലങ്ങളിൽ പല വഴിയിലാണ് പോയി ഇരുന്നത്. പിന്നെ ഞാൻ കുറേ നേരം ഇരുന്നു. ഞാൻ മാത്രമായത് കാരണം ആരും കൂടെ ഇല്ലാത്ത കാരണം ഒറ്റയ്ക്ക് തന്നെ വർത്താനം പറയാനോ ഒന്നുമില്ല. പിന്നെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എവിടെയായി, എടുക്കുവാണ് എന്നൊക്കെ പറഞ്ഞപ്പം പുള്ളിയോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം വിദേശികളാണ്, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരെയാണ്. അവിടെ ചൈനയുണ്ട്, കൊറിയൻസ് ഉണ്ടായിരുന്നു, ചൈനക്കാരുണ്ടായിരുന്നു, കൊറിയൻസ് ഉണ്ടായിരുന്നു, ജപ്പാൻകാരുണ്ടായിരുന്നു, ആഫ്രിക്കൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ പല പല രാജ്യത്തിലുള്ള ലെബനൻസ്, പല രാജ്യത്തിലുള്ള പല ആളുകളെ ഉണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും ഫാമിലിയായിട്ട് വന്നവരും ഫ്രണ്ട്സായിട്ട് വന്നവരും കപ്പിൾസായിട്ട് വന്നവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്നു. പിന്നെ ഞാനവിടെ ഇങ്ങനെ ഇരുന്നത് എനിക്കതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒന്ന് ട്രാവൽ ചെയ്യാനോ എവിടെയാണ് പോകണ്ടേ, എങ്ങേറ്റം എനിക്കൊരു ലിഫ്റ്റിൽ പോലും കയറാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് ബിസിനസ് ബേയിൽ നിന്ന് ഞാൻ ഇവിടം വരെ നടന്ന് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് നന്ദി പറയുന്നു. പുള്ളിയാണ് എന്നെ നീ തന്നെ പൊക്കോ എന്നെ അങ്ങനെ വിട്ടത്. ഇപ്പോൾ ഇവിടെ ദുബായിൽ നമുക്ക് ലേഡീസിന് രാത്രിയിൽ എവിടെ വേണമെങ്കിലും നടക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ ചില ഇന്ത്യൻസ്, ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളോട് ഒരുമാതിരി നമ്മൾ മോശമായിട്ട് നോക്കുകയോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അതും പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തല്ല, നമ്മൾ അങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഉള്ളൂ. അല്ലാത്ത പക്ഷം ആരും ഒരു മോശമായിട്ടുള്ള നമ്മളെ നോക്കുക പോലും ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അവിടെ ചെന്ന് ഇരുന്ന് തിരിച്ച് ന്യൂ ഇയർ ഈവ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊന്ന് ചെറുതായിട്ട് വഴിതെറ്റി. ഹസ്ബൻഡ് നിൽക്കുന്ന സ്ഥലത്ത്
ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് എത്തിച്ചെല്ലാൻ ഒരു 1 അവർ എടുത്തു നടന്ന് ചെല്ലാൻ. ആ ടൈമിലൊക്കെ കുറേ പേരെ കണ്ടു. പക്ഷെ ആരും നമ്മളോട് മോശമായിട്ടൊന്നും നോക്കാറില്ല. പക്ഷെ ചിലരുടെ ഭാഗത്തുനിന്നൊക്കെ ചെറിയ ചെറിയ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻസ് ആരെങ്കിലും ആയിരിക്കാം. കാരണം ഹിന്ദിയിലാന്നെ ദീദി എന്തൊക്കെയോ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ല. ഞാനങ്ങനെ നടന്നു. പിന്നെ എന്താ പറയുന്നത്, എൻ്റെ ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എനിക്കിങ്ങനെ ഈ വർഷം 2025 എനിക്ക് ബുർജിൽ എനിക്ക് ആഘോഷിക്കാൻ പറ്റുമെന്നും ഇവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പറ്റുമെന്നും ചെറുപ്പത്തിലേ ഒന്നും എനിക്കങ്ങനെ ന്യൂ ഇയർ ഈവിന് പോകാനോ ഒന്നും ആലപ്പുഴ ബീച്ചിലൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് എല്ലാവരും പോകുമായിരുന്നു. അപ്പോഴൊന്നും പോകാനൊന്നും പറ്റില്ല. പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ദുബായിലായത് കാരണം എന്നെ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനിങ്ങനെ ഒരു ന്യൂ ഇയർ ഈവ് കാണുന്നത്. അതെനിക്ക് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു തുടക്കം ഇങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു സ്ഥലത്ത്, നല്ലതെന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ലോകത്തുള്ള ഫുൾ ഫാഷൻ ടൈക്കോണുകളൊക്കെ ഉള്ള ഒരു വലിയൊരു സ്ഥലത്ത് എനിക്ക് ആഘോഷിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനീ പറയുന്നതിൽ എന്തുമാത്രം തെറ്റുണ്ട്, മിസ്റ്റേക്സ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ പുതുതായിട്ട് തുടങ്ങിയതിൻ്റെ ആ ഒരു കുറേ ഒരു ചളിപ്പ് എനിക്കുണ്ട്. എനിക്ക് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ അറിയില്ല. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് മോട്ട്ലു പെട്ലു കപ്പിൾസ് എന്നാണ്. കാരണം അങ്ങനെ പേരിടാൻ കാര്യം ഞാൻ ഇച്ചിരി തടിച്ചിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി തിന്നാണ്. അപ്പം ഞങ്ങളുടെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരു നേപ്പാളി കൊച്ചുണ്ട്, അവളിട്ട പേരാണ് ഞങ്ങൾക്ക് മോട്ട്ലു പെട്ലു കപ്പിൾസ് എന്ന്. അപ്പോൾ എനിക്ക് തോന്നി അതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന്. അതുകൊണ്ട് ഞാനങ്ങനെ പേരിട്ടത്. പിന്നെ ഇവിടെ വന്നപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബുർജിൻ്റെ ഈ ഒരു ഫയർ വർക്ക്സ് കാണുന്നത്. ഞാൻ റൂമിൽ ഇരുന്നപ്പോൾ ഹസ്ബൻഡ് ഞാൻ ഓർത്തില്ല ഇങ്ങനെ പോകാൻ പറ്റുമെന്ന്. അന്ന് 31st അന്ന് ലാസ്റ്റ് ഒരു 5:30 വരെ നമ്മൾ പ്ലാൻ ഇല്ല, പോകാൻ പറ്റും ബുർജിൽ പോകാൻ പറ്റും. കാരണം ഭയങ്കര ക്രൗഡഡാ, അങ്ങോട്ടേക്ക് ട്രാവലിംഗ് ഒക്കെ നിരോധിച്ചിരിക്കുവാണ്, ആർക്കും പോകാൻ പറ്റില്ല എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. പിന്നെ മെട്രോ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടുന്ന് ഒരു 6:30 ആയപ്പോഴത്തേക്കും മെട്രോയിൽ കയറി. ഭാഗ്യത്തിന് ബിസിനസ്സിൽ ചെന്നപ്പം ആളുകളുണ്ടെങ്കിലും പോകാം എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു. പിന്നെ ടാക്സീസോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നടന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റില്ല. എല്ലാ റോഡിലും വണ്ടികളെല്ലാം നിരോധിച്ചിട്ട് പിന്നെ ടാക്സികളൊക്കെ പോകുന്ന ഭാഗം ഉണ്ടായിരുന്നു. എന്നാലും ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെക്കിങ് വെച്ചിരിക്കുമായിരുന്നു എല്ലായിടത്തും പോലീസും. പിന്നെ ലേഡീസും ഉണ്ടായിരുന്നു ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട്. അവർ നമ്മളുടെ ബാഗും നമ്മളുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഒക്കെ അവർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഫയർ വർക്ക്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഹസ്ബൻഡ് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പിന്നെ കുറേ രാജ്യത്തൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ പല രീതിയിൽ, സത്യം പറഞ്ഞാൽ ഫാഷൻ ചാനലിൽ ഒക്കെ പോലെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ഡ്രസ്സിങ്, പല പല ഡ്രസ്സിങ്, പല പല മോഡലിലുള്ള സ്ത്രീകളുടെ ഡ്രസ്സിങ്ങൊക്കെ നല്ല നല്ല ഭംഗിയുള്ള പല ലേഡീസ് മറ്റേ ഫാഷൻ ഷോയ്ക്കകത്ത് കാണുന്ന പോലെയുള്ള സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ എല്ലാവരും ഇങ്ങനെ നോക്കി. അതിനിടയ്ക്ക് എനിക്ക് ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഫോണിന് ചാർജ് കുറവായിരുന്നു. കാരണം ഞാൻ കുറവായത് കാരണം പിന്നെയും ചാർജ് തീർന്നു പോകണ്ടല്ലോ എന്ന് കരുതി കുറച്ച് വീഡിയോ എടുക്കും, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് വീഡിയോ എടുക്കും. അങ്ങനെയായിരുന്നു. അല്ല 7:30 തൊട്ട് 12 വരെ ഞാനവിടെ സ്റ്റില്ലായിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ എഴുന്നേറ്റൊന്നും പോയില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു. കാരണം പോയാലും പിന്നെ വന്ന് ഇരിക്കുന്ന സ്ഥലം കിട്ടത്തില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പിന്നെ പോയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞു. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ ഓരോരുത്തരും ഓരോ വഴിക്കോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ഇത് ഞാൻ
ആ വീഡിയോ സ്ലോ മോഷനിലല്ലാതെ അല്ല സ്പീഡ് കൂട്ടാതെ ഒറിജിനലായിട്ടിട്ട എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഈ ദുബായ് വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ്.